Mrs. Julie Andrews, Mrs. Shandy John, Mrs. Dippy Dino, Mrs. Judy Nixon, Mrs. Pauli Rai, Sister Shiva, Sister Annie, teachers and others and parents. ഏവർക്കും സഭാവാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുടുംബം ഭാവജീവിതത്തിന്റെ പരിശീലനങ്ങളിൽ മന്ത്രി റോസി എം ജോൺ. ദിവ്യകാരുണ്യവാസക കലത്തിന്റെ ആൽബം വിശുദ്ധ ഓഗസ്റ്റ് 29. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിജയം ജനാധിപത്യത്തിന്റെ അന്തരശക്തി. രക്തസാക്ഷികൾ മരിക്കുന്നില്ല. ഫാദർ ജാക്കോസ് വാങ്ങലിന്റെ ഓർമ്മയ്ക്ക് 10 വർഷം. അമേരിക്കയെ ഭക്തിസാന്ദ്രമാക്കിയ ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിന് സമാപനം. ലയോ പാപ്പയ്ക്ക് അമേരിക്കയുടെ പരമോന്നത ബഹുമതി ലിബർട്ടി മെഡൽ. വാർത്തകൾ വിശദമായി. കുടുംബം ഭാവജീവിതത്തിന്റെ പരിശീലനങ്ങളിൽ മന്ത്രി റോസി എം ജോൺ. പിന്നാലുള്ള മതവിശ്വാസത്തെ തെറ്റിദ്ധരിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോസി എം ജോൺ. അവർ യഥാർത്ഥത്തിലുള്ള മതവിശ്വാസികളല്ല. അവർ തങ്ങളുടെ മതത്തിന്റെ തന്നെ ശത്രുക്കളെ മാറുകയാണ്. ദൈവജനത്തിന്റെ വേദനകളും നൊമ്പരങ്ങളും ദൈവത്തിൽക്കരങ്ങളിൽ സമർപ്പിച്ച് തലമുറകൾക്ക് അനുഗ്രഹമായി മാറിയതാണ് അമ്മയുടെ സമർപ്പണത്തിന്റെ ധന്യത. ജന്മം കൊണ്ട് കണ്ണൂരും കർമ്മം കൊണ്ട് ഉള്ളൂരും വിശുദ്ധിയുടെ പരിമളം കൊണ്ട് സർവരുടെയും മനസ്സിലും ഇടം പിടിച്ച വ്യക്തിയാണ് വിശുദ്ധ ഉപാസിക. തിരുനാൾ ഓഗസ്റ്റ് 29 ഉള്ളൂർ തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ ഉപാസികയുടെ 20ാം തിരുനാൾ ആഘോഷിക്കുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിജയം ജനാധിപത്യത്തിന്റെ അന്തരശക്തി. ഇന്ത്യയിലെ 70% ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക്, ഓരോ ദിവസവും ആശങ്കയുടെയും ഭീതിയുടെയും ചിന്തകളോടെയാണ് കൊല്ലുന്നത്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജീവൻമരണ പോരാട്ടത്തിന്റെ രാപ്പകലിലൂടെയാണ് പലയിടത്തും ക്രൈസ്തവ സമൂഹങ്ങൾ കഴിഞ്ഞുകൊടുക്കുന്നതെന്നാണ് ഓരോ ദിവസവും അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. രക്തസാക്ഷികൾ മരിക്കുന്നില്ല. ഫാദർ ജാക്കോസ് വാങ്ങലിന്റെ ഓർമ്മയ്ക്ക് 10 വർഷം. പാരീസ്, ഫ്രാൻസിലെ സെന്റ് എറ്റിയൻ റൂമിലെ ഇടവകപ്പള്ളി ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കെ 2016 ജൂലൈ 26 ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദികൾ ഫാദർ ജാക്കോസ് വാങ്ങലിനെ കഴുത്തറുത്തു കൊന്നത്. ഭീകരതയ്ക്ക് മുന്നിൽ കൂട്ടുമടക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ രാജ്യത്തെ ക്രൈസ്തവ വിശ്വാസികളോടും പൊതുജനങ്ങളോടുമൊപ്പം ഫാദർ ജാക്കോസ് വാങ്ങലിന്റെ 10ാം ചരമവാർഷികത്തിൽ വികാരതൽപരനായി പങ്കെടുത്തു. അമേരിക്കയെ ഭക്തിസാന്ദ്രമാക്കിയ ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിന്റെ സമാപനം. ഫിലഡൽഫിയ. അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യ വാർഷിക ആഘോഷത്തിനനുബന്ധിച്ച് കിഴക്കൻ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ നടത്തിയ ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിന്റെ ഉജ്ജ്വല സമാപനം. ലയോ പാപ്പയ്ക്ക് അമേരിക്കയുടെ പരമോന്നത ബഹുമതി ലിബർട്ടി മെഡൽ. ഫിലഡൽഫിയ. ലയോ 14 പാപ്പയ്ക്ക് അമേരിക്കയുടെ പരമോന്നത ബഹുമതിയായ ലിബർട്ടി മെഡൽ സമ്മാനിച്ചു. ലോകമെങ്ങും മതസ്വാതന്ത്ര്യം, മനസ്സാക്ഷിക്കും ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് US നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ സെന്ററിലെ പുരസ്കാരം. സഭാ വാർത്തകൾ സമാപിച്ചു. നന്ദി. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത് ഇവാൻ ജോസഫ് വിജയ്. പരിശുദ്ധമ്മയുടെ രംഗം അവതരിപ്പിക്കുന്നത് ആൻഡ്രോസ് ആൻഡ്രൂ. ഇന്നലെ ആഗസ്റ്റ് 15 നമ്മുടെ പ്രിയപ്പെട്ട ഭാരതത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനം. 1947 ഇതേ ദിവസമാണ് നമ്മൾ അടിമച്ചങ്ങല പൊട്ടിച്ചേർന്നത്. ഗാന്ധിജി, നെഹ്റു, ഭഗത് സിംഗ് തുടങ്ങിയ എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികൾ രക്തം ചിന്തിയാണ് നമുക്ക് സ്വാതന്ത്ര്യം സമ്മാനിച്ചത്. എന്നാൽ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ വെറും രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, വിദ്യാഭ്യാസത്തിലൂടെയുള്ള സ്വാതന്ത്ര്യം, ദാരിദ്ര്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അജ്ഞതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഇവയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഇന്ന് ലോകത്തൊരു കുട്ടിക്ക് വിദ്യ പകർന്നു
ബഹുമാനപ്പെട്ട വികാരിച്ച പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ നിരീക്ഷിക്കാനും നമ്മുടെ കുറവുകളൊക്കെ പറഞ്ഞു തരാനൊക്കെ രണ്ട് ആക്ടിവിറ്റീസ് വന്നിട്ടുണ്ട്. നമുക്ക് അവരെ ലാസ്റ്റ് പരിചയപ്പെടാം. നമുക്ക് നമ്മുടെ സാധാരണ പോലെ മുന്നോട്ട് പോവാണ്. ഈ വർഷത്തെ ആപ്തവാക്യം എന്താണ്? എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ എന്താണ്? ഓക്കെ. കർണാടക ജീവിതത്തിലൂടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ നമ്മൾ പേര് പറഞ്ഞില്ല, ഒരു കൂട്ടുകാരൻ ചെയ്തിരുന്നു. SMA ടൈപ്പ് പറഞ്ഞതായ കുട്ടിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേയുടെ ആഘോഷം ഒരുക്കിക്കൊണ്ട് ആളുടെ ബർത്ത്ഡേക്ക് ആൾ മാറ്റി വെച്ച് ക്യാഷ് കൊടുത്തിരുന്നു അല്ലേ? അപ്പോൾ കേട്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം? അതേപോലെ തന്നെ ഈ ആഴ്ച ഒരു കുട്ടി മാറ്റി വെച്ചിട്ട് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ നിരന്തരം വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം പ്രാർത്ഥിക്കേണ്ട 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കാനില്ലേ? പഠിച്ചിട്ട് ഓക്കെ. ഇന്ന് പഠിച്ചാൽ പെട്ടെന്ന് എഴുതിക്കുന്നത് 4, 3, 2, 1, 0. ടീച്ചേഴ്സ് അതേപോലെ പറയാത്തതാണ്. ഉയർത്തപ്പെടും. ലൂക്ക 14:11. ഓക്കെ, കറക്റ്റ് കേട്ടോ. നല്ലൊരു കൈ കൊടുത്ത് പെട്ടെന്ന് ഉത്തിരിയം ധരിച്ചിട്ടുള്ളവർ ഒന്ന് എഴുതിക്കുന്നത് 3, 2, 1, 0. ഞാൻ എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലയോ? ഓക്കെ, പെട്ടെന്ന് എടുത്തോട്ടോ. നമ്മുടെ ഉത്തിരിയത്തോടുള്ള ഭക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാമല്ലോ അതിൻ്റെ പ്രാധാന്യം. ഓക്കെ, ടീച്ചേഴ്സ് പെട്ടെന്ന് തന്നെ എടുക്കട്ടോ. ഓക്കെ, നമസ്കാരപ്പെടുത്തുന്നതല്ലേ? നല്ല നമസ്കാരത്തിന് വേണ്ട 5 കാര്യങ്ങൾ നമ്മൾ സാധാരണ ടീച്ചേഴ്സ് ചെയ്യാറുള്ള പോലെ തന്നെ ക്ലാസ്സിൽ അവസാനത്തെ 10 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം കേട്ടോ. അടുത്ത ആഴ്ച പഠിച്ചു വരേണ്ട വചനം ഫിലിപ്പി 4:13. അറിയുന്നവരായിരുന്നു. ഫിലിപ്പി 4:13 പറഞ്ഞു. അനീതിയാണ് ട്രോഫി വാങ്ങിയത്. ഒന്നും കൂടെ കൈകൊണ്ടിരിക്കും, കണ്ടില്ല. ഓക്കെ, ആദ്യം 4 ബാൻഡേജ് കൊണ്ടാണ്. ഓക്കെ, ഇവർ രണ്ടുപേരും നമ്മുടെ കൊറോണയിൽ 22 ടീമുകൾക്കൊപ്പം മത്സരിച്ച് 1st, 4th സ്ഥാനങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഇന്നലെ മാഷ് അവിടെ ഉണ്ടായിരുന്നു, മാഷ് കണ്ടിരുന്നു. കൊറോണ തലത്തിൽ നമുക്ക് 6ാം സ്ഥാനമാണ് നമുക്ക് കിട്ടിയത്. വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിച്ച പറഞ്ഞ 32,000 കുട്ടികളിൽ നിന്നാണ് ഇവര് 6ാം സ്ഥാനത്ത് എത്തിയത് കേട്ടോ. നല്ലൊരു കൈയടി കൊടുത്തവർക്ക്. ആരോഗ്യകരമായ ഒരു നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ട്രാഫിക് പണി കഴിയുമ്പോൾ കളിക്കരട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ അങ്ങനെ വലിയൊരു കാര്യം നമുക്ക് ചെയ്തിരുന്നത്. സമർപ്പിച്ച സമർപ്പണ പാത്രത്തിൽ നമ്മളൊരു മാലാഖമാരെ ചെയ്തു അല്ലേ? 9ാമത്തെ മാലാഖമാരോട് ചേർന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് സ്വാഗതം ചെയ്തത്. നമുക്ക് കുട്ടികളുടെ വന്നപ്പോൾ തൊഴിൽ കൈയടിക്കണം, കൈയടി തുടരണം. കാരണം അത്രമാത്രം കാര്യങ്ങൾ ഈ പള്ളിയിൽ നടക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾ മാതാവിന്റെ മക്കളാണെന്ന് തെളിയിച്ചു. എങ്ങനെയാണ് മാതാവിന്റെ മക്കളാണെന്ന് തെളിയിച്ചത്? എങ്ങനെയാണ്? സോഫിയ ടീച്ചറല്ലേ? നിങ്ങളുടെ കൊറോണയിൽ തന്നെ വലിയ വലിയ പള്ളികളുണ്ട്. ഇതിൽ
ഈ ടൈമിലൊക്കെ. അപ്പൊ അത് കാരണം അതിലൊരു കണ്ടായിരുന്നു ശരിയാണ്. പിന്നെ 6ാം സ്ഥാനം പറയുമ്പോൾ നിങ്ങളുടെ പങ്കെടുത്തവർക്കറിയാം. കാരണം സെക്ഷൻ കഴിഞ്ഞിട്ട് ഫൈനൽ റൗണ്ടിലേക്ക് നിങ്ങൾ കയറി. അതിനകത്താണ് നിങ്ങൾ 6ാം സ്ഥാനത്തായത്, സാറിനറിയാം. അപ്പൊ അതുകൊണ്ട് അത് റിട്ടേൺ എക്സാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കരകയറിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഒരുക്കിയ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും പ്രത്യേകിച്ച് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വികാരിയച്ഛനും. കാരണം നിങ്ങളുടെ വികാരിയച്ഛൻ നിങ്ങളുടെ നിങ്ങളുടെ ഇടവകയുടെ ജോലിക്കൊപ്പം തന്നെ ബിഷപ്പ് ഹൗസിലെ വലിയൊരു ജോലി ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ദേശീയവും എന്ന് പറയുന്നത് ഓഫീസിൽ ചെയ്യുന്ന ജോലി മാത്രമല്ല. ഞാൻ അവിടെ ജോലി ചെയ്യില്ല, അപ്പൊ തന്നെ എനിക്കറിയാം. ഈ രൂപതയിലെ മിക്ക വീടുകളിലും സന്ദർശിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് പാവപ്പെട്ടവരും അതേസമയം നന്നായി പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ എല്ലാ വീടുകളിലും രൂപതയുടെ മുക്കിലും മുലയിലും ഒക്കെ പോയി കുട്ടികളുടെ വീട് സന്ദർശിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള വികാരിയച്ഛനാണ്. അതുകൊണ്ട് വികാരിയച്ഛന്റെ പ്രോത്സാഹനവും നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ അധ്യാപകരെയും വികാരിയച്ഛനെയും കുടുംബങ്ങളെയും ഒക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുകൂടാതെ നിങ്ങളുടെ മാതാവിന്റെ മക്കളാണ് തെളിയിക്കും വിരുദ്ധന് ഈ ബാഡ്ജ് ധരിച്ച് നിങ്ങൾ പറയുന്ന പേരെന്താണെന്ന് CLC. അപ്പൊ CLC എന്ന് വെച്ചാൽ മാതാവിന്റെ മക്കളായിരുന്നു. അപ്പൊ അതും കഴിച്ചു വന്നിരിക്കുന്നു. അതിന് നിങ്ങൾക്ക് അഭിനന്ദനമുണ്ട്. പിന്നെ കുർബാനയിലെ പാട്ടും പ്രാർത്ഥനകളൊക്കെ നന്നായിട്ട് ഉറക്കെ ചൊല്ലി അതിന് നല്ല അഭിനന്ദനം നേരുന്നു. നിങ്ങളെ കൈയടിപ്പിച്ച് ചെയ്യിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ തന്നെ അഭിനന്ദനത്തിൽ നിർത്തുന്നത്. അതുപോലെ നന്നായിരിക്കില്ല ഇവിടെ വാർത്തകൾ വായിച്ചതും. ഇനി ഒരു കാര്യം പറഞ്ഞില്ല എന്താ സംഭവിക്കാൻ അറിയുന്നു. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളോട് ചോദിക്കും മാതാപിതാക്കൾ സിസ്റ്റർ എന്താ പറഞ്ഞു ഒന്നും പറഞ്ഞതെന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അവർ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ വേണ്ടി കുറച്ച് കാര്യം ഞാൻ പറയാം. പുതിയതല്ല, ഇന്നത്തെ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ പറയുന്നത്. വാർത്തകളെ നമ്മുടെ അസംബ്ലിയിലെ ഒരു പ്രധാന കാര്യമായിരുന്നു വാർത്ത വായന അല്ലെ? അവർ നന്നായിട്ട് വായിച്ചു. ആ വാർത്തകൾ എവിടെ നിന്നുള്ളതാണ്? നാട് മുഴുവനുള്ള വാർത്തകളിലെ സംഗ്രഹമാണ് നമ്മൾ കേട്ടത് അല്ലെ? അപ്പൊ വാർത്തകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന കാര്യമാണ്. ഈ വാർത്തകൾ നമ്മെ പലതും രൂപപ്പെടുത്തും അല്ലെ? നമ്മെ തന്നെ രൂപപ്പെടുത്താൻ, നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താനൊക്കെ വാർത്തകൾ വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഇനി ഈ സൺഡേ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പള്ളിയിൽ വരുമ്പോൾ ഏത് വാർത്തയാണ് ഏറ്റവും കൂടുതൽ നമ്മെ സ്വാധീനിക്കുന്നത്? എവിടെ നിന്നുള്ള വാർത്തകളാണ്? സഭാ വാർത്തകൾക്ക് പകരം സിസ്റ്റർ പറയാൻ വചനം ഒരു വാർത്തയാണ് അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് കാലിത്തൊഴുത്തില് പിറന്ന യേശുവിനെ കുറിച്ചുള്ള ഒരു വാർത്ത ആരോട് ആദ്യം പറഞ്ഞത്? ആട്ടിടയന്മാരോട്. അപ്പൊ ആട്ടിടയന്മാർ കേട്ടൊരു വാർത്തയുണ്ട്. അതാണ് ഇന്ന് നമ്മൾ കേട്ടത്. അതെങ്ങനെ കേട്ടത്? സുവിശേഷത്തിലൂടെ. അപ്പൊ സുവിശേഷം ഒരു വാർത്തയാണ്. അത് എന്നത്തെ വാർത്തയാണ്? കാലങ്ങൾക്ക് മുമ്പുള്ള വാർത്തയാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നും അതൊരു വാർത്തയായിട്ട് എല്ലാ ദിവസവും, പ്രത്യേകിച്ച് കുട്ടികളെ
വെള്ളത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താ കിട്ടിയത്? എല്ലാവർക്കും കുറെ സമയം സിസ്റ്റർ വെള്ളത്തിലൂടെ അല്ലെ ഇന്നത്തെ സുവിശേഷം ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സുവിശേഷ ഭാഗം. എന്റെ ഹെഡിങ് ഇതാണ്, വെള്ളത്തിൽ വീണാകുന്ന യേശു. അങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ല അല്ലേ? അപ്പൊ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത് എന്താ? വെള്ളത്തിൻ മീതെ കൂടിയല്ല, ആകാശത്തിൻ മീതെ കൂടിയല്ല, ഏത് പ്രതിസന്ധിയിലും ഏത് ദുർഘട വഴിയിലൂടെയും ആര് വരും നിങ്ങളുടെ അടുത്ത് നിങ്ങളെ രക്ഷിക്കാൻ? ഈശോ വരും, പേടിക്കണ്ടെന്ന് പറഞ്ഞത്. ഞാനത് കേട്ടില്ല, ഞാൻ വിചാരിച്ചു നിങ്ങളെ കേട്ടത്. പിന്നെ ടീച്ചേഴ്സിനോട് എന്താ പറഞ്ഞത്? ഇന്നത്തെ സുവിശേഷ വാർത്തയിലൂടെ ടീച്ചേഴ്സിനോട് എന്താ പറഞ്ഞത്? ഇതൊരു വഞ്ചിയാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുന്ന ഒരു വഞ്ചിയാണ്. ഈ വഞ്ചിക്ക് എന്ത് സംഭവിച്ചാലും ഭയപ്പെടേണ്ട, അതിന്റെ അമരത്ത് ആരുണ്ട് എന്നാണ് ടീച്ചേഴ്സിനോട് പറഞ്ഞത്? ഈശോ ഉണ്ട്. ടീച്ചേഴ്സ് കേട്ടു, മനസ്സിലായോ? അപ്പൊ ഒരു വചനം എടുത്ത് ഓരോരുത്തർക്കും ആവശ്യമായ കാര്യങ്ങൾ വികാരിച്ച് പറഞ്ഞല്ലേ. അപ്പൊ നമുക്കിത് വികാരിച്ച് വേണ്ടി ഒരു കൈയ്യടി കൊടുത്താലോ? അപ്പൊ അങ്ങനെയാ വാർത്തകൾ. അപ്പൊ നിങ്ങൾ പേരൻസിനോട് പറയുന്നത് എന്താ? പപ്പി മമ്മി, ഈ സുവിശേഷം എന്ന വാർത്ത അത് ആദ്യം മുതലുള്ളതാ, അവർ നമ്മുടെ അവസാനം വരെ ഉണ്ടാകും. അത് എന്നും നമ്മുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കേണ്ടതാണ്. താങ്ക് യു. സിസ്റ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കൊച്ചു കാര്യം കൂടി പറയാനാണ്. ഞാൻ നിങ്ങൾ എങ്ങനെയാണ് കുർബാനയൊക്കെ ഇത്ര നന്നായിട്ട് പങ്കെടുക്കണേ, ഈശോയുടെ എത്ര സ്നേഹം വരുന്നതെന്ന് വിചാരിച്ചു. പിന്നെയാണ് ഞാൻ നിങ്ങളെ നോക്കിയത്. നിങ്ങൾ പീത്ത ധരിച്ചിട്ടുണ്ട് നടുലെ, പീറ്റല്ലേ നടുലെ പാച്ച് ധരിച്ചിട്ടുണ്ട്. അതായത് മാതാവിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് നിങ്ങൾ അല്ലേ? അവരെങ്ങനെ ആയിരിക്കണേട്ടാ? മാതാവിന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നറിയോ? ഈശോയെ എങ്ങനെ സ്നേഹിക്കണമെന്നോ ഈശോയുടെ സ്നേഹം മാതാവിനൊക്കെ പറഞ്ഞു. പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന കുറച്ച് വഴിയൊക്കെയാണ് മാതാവ്. നിങ്ങൾ തുടർന്നു നിങ്ങളെ മാതാവിനോടുള്ള നിങ്ങളുടെ ഭക്തി തുടരുക. നല്ല രീതിയിൽ നിങ്ങളെല്ലാം പങ്കെടുത്തു. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഒരു സമ്മാനം കൂടി സോഫിയ കിസിൽ പങ്കെടുത്ത രണ്ടുപേര് കുറെ സമ്മാനങ്ങൾ വാങ്ങിച്ചു. എന്നാലും സിക്സ്ത് പോസ്റ്റിലേക്ക് ഒരാൾ പിന്നെ എട്ടാം ക്ലാസ്സിൽ ഞാൻ കിട്ടിയത് ആരാ ഫസ്റ്റ് റാങ്ക് കിട്ടിയത്? അപ്പൊ അത് രണ്ട് കൊടുത്തു. അപ്പൊ 2 സമ്മാനമുണ്ട് കേട്ടോ. ഇത് പ്രസംഗം കൊടുത്തത് മാതാവിനെ കാണിച്ചിട്ട് പ്രസംഗം കൊടുത്തതാരാ? നന്നായി നമുക്ക് കുറച്ച് നിർദ്ദേശമായിട്ട് സിസ്റ്ററും മാഷും നമുക്ക് നല്ലൊരു വീഡിയോ കൊടുക്കാം. സമ്മാനം കഴിക്കുവല്ലേ? ഇതിനുമ്പ് കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, 2 വർഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് നല്ല വീഡിയോ നമ്മുടെ ഇവാൻഡായിട്ട് അവതരിപ്പിച്ചു അല്ലേ? ഇവാൻഡായിട്ട് അവതരിപ്പിച്ചു. നമ്മുടെ ആൻഡും നന്നായിട്ട് മാതാവിനെ ഈ മാതാവായിരുന്നു ഒറിജിനൽ, അറിയാത്ത വിധത്തിൽ ഉള്ള മേക്കപ്പ് ആയിരുന്നു അല്ലേ? ആൻഡ് അമ്മ നന്നായിട്ട് ആൻഡ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. 2 പേർക്കും 3 പേർക്കും വളരെയധികം നന്ദി.